എല്ലാ പ്രവൃത്തിയും അല്ലാഹുവിന് വേണ്ടിയാകണം. ولا ترى أنك تفعل فعلا فإن الله تعالى لا يحاسبك ولا يحققك. ഒരിക്കലും നീ വിചാരിച്ചു പോകരുത് നീ ഒരു കാര്യം ചെയ്തിട്ട് അല്ലാഹു കണക്ക് ചോദിക്കൂല എന്ന് വിചാരിക്കരുത്. وإذا وقع من العبد ذنب وقع منه ظلمة. ഒരു മനുഷ്യനിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അവന് അതോടുകൂടെ ഒരു ഇരുട്ട് സംഭവിക്കും. ഫമിസാലുൽ മഅസിയതി കന്നാരി. തെറ്റിന്റെ ഉദാഹരണം തീ പോലെയാണ്. വളുൽമത്തു ദുഖാനുഹാ. അതിനാൽ സംഭവിക്കുന്ന ഇരുട്ട് അതിന്റെ പുകയാണ്. കമൻ ഔഖദ ഫീ ബൈത്തിൻ 70 സന. ഒരാൾ ഒരു റൂമിൽ 70 കൊല്ലം തീ കത്തിച്ചാൽ അലാ തറാഹു യസ്വദു. ആ അടുക്കള മുഴുവനും കറുത്തുപോകുന്നത് നീ കാണുന്നില്ലേ? ഇതുപോലെ നിന്റെ ശരീരം കൊണ്ട് നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് കറുത്തുപോകുന്നു, മനസ്സിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നു. കദാലികൽ ഖൽബു യസ്വദു ബിൽ മഅസിയ. ഇതുപോലെ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയം കറുത്തുപോകുന്നു. അത് ശുദ്ധീകരിക്കാൻ, ആ പുക നീക്കാനുള്ള വഴി എന്താണ്? ഫലാ യത്ഹുറു ഇല്ലാ ബിത്തൗബത്തി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ആ തൗബ കൊണ്ടല്ലാതെ മനസ്സ് ശുദ്ധീകരിക്കാൻ കഴിയില്ല, മനസ്സിലെ ഇരുട്ട് നീക്കാൻ കഴിയില്ല. ആകയാൽ എല്ലാ നിന്യതയും എല്ലാ ഇരുട്ടും എല്ലാ മറയും സംഭവിക്കുന്നത് തെറ്റുകളുമായി ബന്ധപ്പെടുമ്പോഴാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ തെറ്റിന്റെ പാടുകൾ നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിന്റെ പൂർണ്ണമായ അടിമയാണ് ഞാനെന്നും ഉടമസ്ഥനല്ല ഞാനെന്നും ആ റബ്ബിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കൽ എന്റെ കടപ്പാടാണെന്നുമുള്ള ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾ നല്ല വെള്ള ഡ്രസ് ഇട്ടതുകൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല വെള്ള തലക്കെട്ട് കെട്ടിക്കൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല താടി വെച്ചതുകൊണ്ട് രക്ഷപ്പെടൂല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. മഹാനവർകൾ ശേഷം പറയാണ്, ولا يدخل عليك الإهمال إلا بإهمالك عن متابعة النبي صلى الله عليه وسلم ولا تحصل لك الرفعة عند الله إلا بمتابعة النبي صلى الله عليه وسلم. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ പറഞ്ഞതുപോലെ മോശമായി നീങ്ങിപ്പോകാതെ നിനക്ക് നന്നായി വരണമെങ്കിൽ അതിനെല്ലാം ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. വൽ മുതാബഅത്തു ലഹു അലൈഹി സ്വലാത്തു വസ്സലാം അലാ ഖിസ്മൈനി. നബി തങ്ങളോടുള്ള പിന്തുടർച്ച രണ്ട് വിധമാണ്. ജലീയത്തുൻ വ ഖഫിയത്തുൻ. ഒന്ന് വളരെ വ്യക്തമാണ്, ഒന്ന് ഗോപ്യമാണ്. വൽ ജലീയത്തു, ഏതാണ് വ്യക്തമായി ബാഹ്യമായി കാണുന്നത്? കസ്സലാ, കൃത്യമായി നിസ്കരിക്കണം. വസിയാം, നോമ്പെടുക്കണം. വസക്കാ, സകാത്ത് കൊടുക്കണം. വൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യണം. അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. വൽ ജിഹാദി വഗൈരി ദാലിക, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാഹ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ വൽ ഖഫിയത്തു, ഗോപ്യമായത് എന്താണ്? അൻ തഅതഖിദൽ ജംഅ ഫീ സ്വലാതിക വത്തദബ്ബുറ ഫീ ഖിറാഅതിക. നിസ്കരിക്കുമ്പോൾ ഓതുന്നതും ചൊല്ലുന്നതുമൊക്കെ അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്റെ നിസ്കാരത്തിൽ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ് നിസ്കരിക്കണം. فإن فعلت الطاعة كالصلاة والقراءة ولم تجد فيها جمعا ولا تدبرا. നീ നിസ്കരിക്കുന്നുണ്ട്, നീ ഖുർആൻ ഓതുന്നുണ്ട്, അവിടെയൊന്നും തന്നെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നബിക മർദൻ ബാത്തിനൻ, നിനക്കെന്തോ ഒരു ആന്തരികമായ രോഗമുണ്ട്. അതെന്തായിരിക്കും ആ രോഗം? മിൻ കിബിരിൻ
ഒന്നുകിൽ അത് അഹങ്കാരം, ഞാനൊരു വലിയവനാണെന്ന ചിന്ത, ഔജുബിൻ അല്ലെങ്കിൽ അതാകെ പെരുമ, ഞാൻ നല്ലവൻ എന്ന ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ ജോറാണെന്ന ചിന്ത, ഔ ഗൈരി ദാലിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ ഇങ്ങനെ വല്ലതും ഉണ്ടാകും. അതല്ലേ റബ്ബ് പറഞ്ഞത്, സാസരിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ആർക്കും ഇവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല. ആരെങ്കിലും ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ആയത്തുകളെ തൊട്ട് അവനെ നമ്മൾ തിരിച്ചു കളയുമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ എപ്പോഴും ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം നീ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫയകൂനു മിസാലുക, അപ്പ നിന്റെ ഉദാഹരണം കൽ മഹ്മൂമില്ലദീ യജിദു ഫീ ഫമിഹി സുക്കറ മുറാ, പനി പിടിച്ചവന്റെ തൊള്ളയിലേക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഇട്ടുകൊടുത്താൽ അതിന് രുചി കിട്ടാത്തതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് രുചി കിട്ടുന്നില്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ രുചി കിട്ടുന്നില്ല, സദഖ ചെയ്യുമ്പോൾ അതിന് രുചി കിട്ടുന്നില്ല. കാരണം നിനക്ക് ഉള്ളിൽ പനിയുള്ളതുപോലെ നിന്റെ ഖൽബിൽ മോശമായ വികാരങ്ങളുണ്ട്. അതിനാൽ എപ്പോഴും നിന്റെ ഖൽബ് ശുദ്ധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം എന്ന് മഹാനവറുകൾ ഖുർആൻ ഓതി ഉപദേശിക്കുകയാണ്. അതിനാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം, അയൽവാസികളോട് നല്ല പെരുമാറ്റമാകണം, അതേ കുടുംബത്തോട് എപ്പോഴും ബന്ധം പുലർത്തണം, സ്വന്തം ഭാര്യമാർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ഉമ്മബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം, പ്രായമുള്ളവരെ നന്നായി ബഹുമാനിക്കണം, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാര് ഉസ്താദന്മാരോട് വലിയ സ്നേഹ ബഹുമാനമുണ്ടാകണം, സയ്യിദന്മാരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം, ദീനിന്റെ പ്രവർത്തനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സ്ഥാപനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സംരംഭങ്ങളോടും സംഘടനകളോട് കൂറുണ്ടാകണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോഴേ റബ്ബ് നമ്മളെ ഖബൂൽ ചെയ്യുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ മാത്രമേ അല്ലാഹു ഏതൊരു കാര്യവും സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ.